അസർബൈജാൻ യാത്രയുടെ ഭാഗമായി ഇന്ന് നമ്മുടെ യാത്രാസംഘം അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിന് സമീപമുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്ട്രീറ്റ്, മാത്രമല്ല വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഈ നിസാമി സ്ട്രീറ്റ്. നിസാമി യദ്വായ് എന്ന് പറയുന്നൊരു കവിയുടെ സ്മരണാർത്ഥമുള്ള ഒരു സ്ട്രീറ്റ് ആണ് നിസാമി സ്ട്രീറ്റ്. ഇതിൽ നിരവധി ക്രോസ് റോഡ്സും ഒക്കെ ഉണ്ട്. തറ ഈ നിറത്തിലുള്ള ബ്ലാക്ക് കല്ലുകൾ കൊണ്ട് പതിച്ച ഇതാണ്. എവിടെയും ഈ ഫ്ലോറാണ് കാണാവുന്നത്. സമീപങ്ങളിൽ നല്ല യൂറോപ്യൻ കൺസ്ട്രക്ഷൻ മോഡലിലുള്ള കെട്ടിടങ്ങൾ കാണാം. അവിടെ നിരവധി ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ട്. വളരെ നല്ല ഷോപ്പിംഗ് ഏരിയ, വിശാലമായ നടപ്പാതകൾ, തിക്കും തിരക്കുമില്ല. പകലാണ്. രാത്രിയിൽ വലിയ ഇലുമിനേഷനും ലൈറ്റിങ്ങും ഒക്കെ ഉള്ളതിനാൽ നമ്മുടെ യാത്രാ സംഘത്തിലൊരു വിഭാഗം രാത്രിയിലും ഈ ഭാഗങ്ങളിൽ സഞ്ചരിക്കാനായിട്ട് വന്ന്, നമുക്ക് അത് കഴിയാത്തതുകൊണ്ട് പകല് തന്നെ ഈ വീഡിയോ ഇവിടെ ചിത്രീകരിക്കുകയാണ്. വലിയ വിലയേറിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയുള്ള ഒരു മേഖലയാണ്. നിരവധി ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന വിശാലമായ ഒരു പ്രദേശമാണ്. കുറച്ചുകൂടെ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് വളരെ വലിയ ഒരു ക്രൗഡ് നമുക്ക് ഇവിടെ കാണാനാവുക. മനോഹരമായ വിശാലമായ സ്ട്രീറ്റ്, എന്തും ലഭ്യമാണ്, ഏത് പർച്ചേസും നടത്താം. പക്ഷേ വളരെ കോസ്റ്റ്ലി ആണ്. അവിടുത്തെ കറൻസി ആയ മനാത്ത് ഏതാണ്ട് 50 നമ്മുടെ ഇന്ത്യൻ രൂപ ആണ്. അപ്പോൾ ഇത് വളരെ ചിലവേറിയ ഒരു ഷോപ്പിംഗ് ആണ് നമുക്ക് അസർബൈജാനിൽ നടത്തേണ്ടി വരിക. വളരെ റിച്ച് കൺട്രിയാണ് അസർബൈജാൻ. അവിടെ അവർ വലിയ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം അതൊക്കെ ഖനനം ചെയ്ത് എടുക്കുന്ന നിരവധി അത്തരം ഏരിയയിൽ ഉള്ളതിനാൽ അവർ വളരെ റിച്ച് കൺട്രി എന്ന് പറയാം. അപ്പോൾ നമ്മൾ യാത്ര പല റോഡുകളിലും കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിരവധി ഉപശാഖകളുമുള്ള റോഡ് ആണ്, സ്ട്രീറ്റാണ്. വാഹനങ്ങൾ അവിടെ കടത്തി വിടുന്നില്ല. ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം പർച്ചേസ് ചെയ്യാനായി ഉള്ള ഒരു മനോഹരമായ ഒരു തെരുവാണ്
നിസാമി സ്ട്രീറ്റ്. കൂടുതൽ ആയി നടക്കാൻ കഴിയാത്തതിനാൽ ഇവിടെ തിരിച്ച് മടങ്ങുന്ന ഒരു സന്ദർഭമാണ്. തിരിച്ചു പോകാൻ സമയമായി എന്ന് എൻ്റെ ഗൈഡ് പറയുന്നുണ്ട്. അതിനാൽ നമ്മൾ നിസാമി സ്ട്രീറ്റിലെ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റ് കണ്ട് മടങ്ങുകയാണ്.